ഹലോ ഹായ് ദിസ് ഈസ് സൂര്യ. ഇന്നിപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിക്കവരും കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു യൂട്യൂബർ, അതായത് കല്യാണി എന്നതാണ് ആ യൂട്യൂബറിൻ്റെ പേര്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മൈ വേ ബൈ കല്യാണി എന്നതാണ് അവരുടെ ചാനലുടെ പേര്. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു SPF 50 ഹിമാലയ അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ്റെ പ്രശ്നത്തിൽ, അതിൻ്റെ പ്രൊമോഷൻ ചെയ്താൽ, സൺസ്ക്രീൻ്റെ പ്രശ്നത്തിലല്ല, അതിൻ്റെ പ്രൊമോഷൻ ചെയ്ത ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഇഷ്യൂസിൽ കുറച്ചധികം എയറിലായിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്കതിനെപ്പറ്റി പറയാം. അപ്പം അതൊക്കെ ആ ഒരു വൈറ്റ് കാസ്റ്റിൻ്റെ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഇഷ്യൂസിലേക്ക് ഞാൻ തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് വളരെ വ്യക്തമായിട്ട്, വളരെ കാരണസഹിതം ഒരുപാട് റിയാക്ഷൻ ബ്ലോഗേഴ്സും ഒരുപാട് ഇതിനെപ്പറ്റി അറിയാവുന്നവരും പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും സംഭവം എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അത് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. അത് മെൻഷൻ ചെയ്യേണ്ട ആളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ വ്ളോഗറിന് തന്നെയാണ്. ആ വ്ളോഗർ അത് പറഞ്ഞിട്ടില്ല. ആ വ്ളോഗർ എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്നും പിന്നെ അത് എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് ഈ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം. ഓക്കെ, ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യമാണ് കേട്ടോ. ഇതേ സെയിം വ്ളോഗർ തന്നെ ഒരു 10 to 11 days ബാക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലോങ് വീഡിയോ അല്ല. ഇതേപോലെ തന്നെ പ്രമോഷൻ ആയിരുന്നു ചെയ്തിരിക്കുന്നത്. അതായത് ഞാൻ കാണത്തില്ലായിരുന്നു ശരിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം അതിൻ്റെ അടുത്തടുത്ത ലിങ്ക് കാര്യങ്ങളൊക്കെ വരുമല്ലോ, അവർ റെക്കമെൻഡ് ചെയ്ത് അവരുടെ അടുത്ത വീഡിയോസ് വരുമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ വീഡിയോ കാണാനിടയായത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ കൈ വെച്ച് പോയി. മറ്റൊന്നും കൊണ്ടിട്ടൊന്നുമല്ല, ഒരു ഗൈനക്കിൻ്റെ അഡ്വൈസ് വരെ കൊടുക്കാൻ ഇത്തരം നമ്മുടെ യൂട്യൂബിലെ വ്ളോഗേഴ്സ് വളർന്നോ എനിക്കറിയത്തില്ല. ഇവർക്ക് ലൈസൻസ് ഉണ്ടോ? ഇവർ ഗൈനക്കോളജി പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവർ എന്താ പറയുക, ഡെർമറ്റോളജി ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും കൂടാതെ അവർ പറയുവാണ്, ഞാൻ ഈ പറഞ്ഞ ആ ഒരു പ്രൊമോഷൻ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഒരു 11 days ബാക്കാണ്. ഒരു 9.3 lakh വീഡിയോസ് ഇന്ന് വരെ ഉണ്ടായിരുന്നു. മീൻസ് ഞാൻ നാളെ ആയിരിക്കും, അതായത് ഞാൻ ഫ്രൈഡേ ആണ് ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് ഇപ്പോൾ വ്യാഴാഴ്ച വരെ നോക്കുമ്പോൾ 9.3 lakhs വ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്നും എൻ്റെ ചാനലിലേക്ക് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആരെയും, ഈ വ്യക്തിനെ ആണെന്നുണ്ടെങ്കിലും ആരെയാണെന്നുണ്ടെങ്കിലും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജനറലി ആണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടിട്ട് ഞാൻ ഒരു വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ മാത്രമല്ല, എന്തിൻ്റെ ആവശ്യമിരിക്കുന്ന ഒരു പ്രശ്നത്തിലോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു റിയാക്ഷൻ ബ്ലോഗർ അല്ല, അതുകൊണ്ട് തന്നെ. പക്ഷെ ഞാൻ റിയാക്ഷൻ ബ്ലോഗർ അല്ല എന്നുണ്ടെങ്കിലും ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഹാംഫുൾ എഫക്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ബ്യൂട്ടി പ്രൊഡക്ട്സിൻ്റെ ഹാംഫുൾ എഫക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ്. പിന്നെ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയാണ്, മെഡിക്കൽ ഫീൽഡ് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് കേസ് ഷീറ്റ്സ് വായിച്ചിട്ടുണ്ട്. മീൻസ് മെഡിക്കൽ റിപ്പോർട്ട്സൊക്കെ ഇങ്ങനെ സംബന്ധമായിട്ടുള്ള കേസുകളുടെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുള്ളതുള്ള അനുഭവം ഉള്ളത് കൊണ്ടിട്ട് ഇതിൻ്റെ ആ ഒരു ഹാംഫുൾ എഫക്റ്റ്, അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ അറിയാവുന്നത് കൊണ്ടിട്ട് മാത്രമാണ് ഈ ടോപ്പിക്ക് ഞാൻ ചർച്ചയിലേക്ക് വെക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അതായത് ഡെർംഡോക് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് എന്നതുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ആണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. കൂടെ അവരുടെ മകനുണ്ട്, കുഞ്ഞുമോനുണ്ട്. അപ്പം ആ മോനൊന്നും നമുക്ക് വലിച്ചെറിച്ചിടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഫാമിലിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഒരു പരിധിവരെ സ്ട്രെസ്, ഹോർമോണൽ ഇംബാലൻസ്, അതേപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആക്നി, ഇതിന് ഒരു പരിധിവരെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്യാമെന്ന്. ഇവർക്ക് ആരാ ലൈസൻസ് കൊടുത്തത് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ? ഇവർ ആ വീഡിയോയിൽ ഡിസ്ക്ലെയിമർ വെച്ചിട്ടുണ്ടോ? ഒരു ഡിസ്ക്ലെയിമറും വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് ഇവരുടെ QR കോഡ് വെച്ചിട്ടുണ്ട്. മീൻസ് ഇത് അവർക്ക് പർപ്പിളിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട്, ഇത്ര % ഡിസ്കൗണ്ടിൽ. ഓക്കെ, അതേപോലെ തന്നെ അവർക്ക് ഒരു ലൈസൻസ് ഉണ്ട്, പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കാര്യം ചെയ്തത് മാത്രം വളരെ എന്താ പറയണത്, നിങ്ങളിപ്പം നിങ്ങളുടെ യൂട്യൂബ് എന്ന വൈറ്റ് കാസ്റ്റിൻ്റെ പേരിൽ സൗണ്ട്, അതായത് നിങ്ങൾക്കെതിരെ ഹാൻഡ് റേസ് ചെയ്ത ആളുകളെല്ലാം നിങ്ങൾ അവരെ ചവിട്ടി താഴ്ത്താവുന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നിങ്ങൾക്കെതിരെ സംസാരിച്ച ഒരു കുട്ടിയുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടി നിങ്ങൾ സ്ട്രൈക്ക് കൊടുത്തു. ആം ഐ റൈറ്റ്? ഓക്കെ. അതേപോലെ തന്നെ റീൽസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ചാനലിലെ കുട്ടിക്കും സ്ട്രൈക്ക് കൊടുത്തു.
പിന്നെ മൂപ്പൻസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ ബ്ലോഗേഴ്സും, പിന്നെ നിങ്ങളുടെ കൈപ്പിടിക്ക് അപ്പുറത്തോട്ട് പോയപ്പം അവരെയൊക്കെയല്ല സ്ട്രൈക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല. വേറൊന്നും കൊണ്ടിട്ടെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് തിരിച്ചു പണി കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് മാത്രം നിങ്ങളത് കൊടുത്തില്ല. പിന്നെ നിങ്ങൾ ഇപ്പം എന്തൊക്കെ സ്ട്രൈക്ക് കൊടുത്താലും യൂട്യൂബ് ഫെയർ പോളിസി പ്രകാരം അവർക്ക് അത് തിരിച്ചു പിടിക്കാനും അതേപോലെ തന്നെ അവർക്കറിയാം അതെന്താ ചെയ്യേണ്ടതെന്നും. കാരണം അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈറ്റ് കാസ്റ്റിനെക്കാട്ടിലും ഒരു വളരെ വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് താനിപ്പം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. കാരണം പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവസ്ഥയാണത്. ആ അവസ്ഥയിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എന്താണെന്ന് അത് ഇപ്പം എനിക്കോ തനിക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഗൈനക് ഓർ ഒബ്സ്ട്രറ്റിക് അല്ല ആ ഒരു വിഭാഗത്തിന് അല്ലാതെ മറ്റാർക്കും അതിൻ്റെ കാരണ സഹിതം അതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതെല്ലാം ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ വിളിച്ച് എല്ലാ യൂട്യൂബേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ പോലത്തെ ആളുകൾക്കൊക്കെ വിളിച്ചു പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പം ഈ പറഞ്ഞതുപോലെ ഹോസ്പിറ്റൽസും അതേപോലെ ഡെർമറ്റോളജി ക്ലിനിക്കിൽ ഇതൊക്കെ പഠിച്ചിട്ടിരിക്കുന്ന ഡോക്ടേഴ്സ് എല്ലാം വെറുതെ ആവുമല്ലോ. ഈ പ്രഗ്നൻസി കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും എല്ലാം നമ്മൾ ക്ലിനിക്കലി അത് ഒബ്സർവ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഗൈനക്കിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ആ സമയത്ത് നമ്മുടെ ഫേസിൽ അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഓരോ ചേഞ്ചും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനും അറിയാം. പക്ഷേ കുറച്ചും കൂടി പ്രമോഷൻ എന്താ പറയണത് കുറച്ചുകൂടി പറക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യുമ്പം ഈ ഒരു പ്രൊമോഷൻ്റെ താനും ചെയ്ത ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ എനിക്ക് തോന്നുന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ അന്നത്തെ വൈറ്റ് കാസ്റ്റിൻ്റെ വീഡിയോ കണ്ടു. പിന്നെ ഞാനത് ചെയ്യാതിരുന്നത് വേറൊരു കാരണമുണ്ട്. വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഹാനികരോ അല്ലെങ്കിൽ സ്കിന്നിന് ഹാനികരോ അല്ല. പക്ഷെ അത് പ്രസൻറ്റേഷൻ ചെയ്ത രീതിയിൽ കാണുകെ ആളുകളെ ലൈവായിട്ട് പറ്റിച്ചു. അത് ഉറപ്പാണത്. പറ്റിച്ചിട്ടും ചെയ്ത അബദ്ധം ഒരു രീതിയിലും അംഗീകരിക്കാതെ വേറൊരു വീഡിയോയും പിന്നെ ആ വീഡിയോ കയ്യിൽ നിന്ന് പോയി എന്നറിഞ്ഞപ്പം ഒരു സെന്റിമെന്റൽ അപ്രോച്ചിലോ ഒരു ലൈവും അങ്ങോട്ട് പോയി. അതാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു 2-3 പേര് വളരെ ഷുഗർ കോട്ട് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ഒരിക്കലും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഷുഗർ കോട്ട് ചെയ്ത് പറഞ്ഞവരോട് എനിക്കൊരു കാര്യം പറയാം. ഏത് പരസ്യം ചെയ്യുമ്പോഴും, അതായത് ഫോർ എക്സാമ്പിൾ ടുബാക്കോ യൂസേജ് ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആൽക്കഹോളിക് കൺസപ്ഷൻ ആയിക്കൊള്ളട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ റാറ്റ് പോയിസൺ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും താഴെ വ്യക്തമായിട്ട് ഡിസ്ക്ലെയിമർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അല്ലാതെ വെറുതെ ഒന്നും അതൊക്കെ അവരിങ്ങനെ വിൽക്കുമ്പം വെറുതെയൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചോ എന്നതല്ല അർത്ഥം. അവരുടെ ലൈസൻസ് വെച്ചിട്ട് ഇന്നത് മാതിരി അവർ ചെയ്തിട്ടുണ്ടത്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവരുടെ ഭാഗം എങ്ങനെ സേഫ് ആക്കണമെന്ന്. ഈ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലേബൽ മാത്രമല്ല, അതൊരു ലൈസൻസ് അല്ല. അത് എന്ത് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് എന്ത് വെളിവുകേടും വിളിച്ചു പറയാം. ഇത് പെയ്ഡ് പ്രൊമോഷനാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വെളിവുകേടും വിളിച്ചു പറയാം എന്നതുള്ള ഒരു ലൈസൻസ് ആയിട്ട് ആരും എടുക്കണ്ട. യൂട്യൂബിൽ പോലും അത് യൂട്യൂബ് പോളിസിക്ക് വയലേഷനാണ് ആ ചെയ്തിരിക്കുന്നതും. കാരണം മെഡിക്കൽ ആയിട്ടുള്ള അഡ്വൈസസോ അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളോ ഇത്തരം കാര്യങ്ങളോ നിങ്ങൾക്ക് ലൈസൻസ് ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് യൂട്യൂബ് പോളിസിയിലുണ്ട്. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പം ഡിസ്ക്ലെയിമർ വെക്കേണ്ടതാണെന്നുള്ളതും ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ചെറിയ കാര്യങ്ങൾ പോട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും കരുതാം. പക്ഷേ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്ത് മരുന്നുണ്ട് എന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെയൊക്കെ ആവശ്യം എന്തിരിക്കുന്നു? നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ഡിപ്ലോമ എങ്കിലും ഉണ്ടോ ഈ സ്കിൻ കെയറിൻ്റെ കാര്യങ്ങളിൽ? അല്ലാന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആ വൈറ്റ് കാസ്റ്റ് ആ സൺസ്ക്രീന് വന്നത് എന്നത് നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ട് നിങ്ങൾക്ക് ആളുകളോട് പറയാമായിരുന്നു. അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. അത് എന്തുകൊണ്ടിട്ടാണെന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായല്ലോ സംഭവം എന്താണെന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനത് പറയുന്നതാണ് വീഡിയോൻ്റെ എൻഡിൽ.
നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വൈറ്റ് കാസ്റ്റിൻ്റെ നിങ്ങൾ ന്യായീകരിച്ചു. പക്ഷേ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ആ പിമ്പിൾസും അതേപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുവരുന്ന പിമ്പിൾസും അതേപോലെ തന്നെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനുള്ള സ്ട്രെസ് മൂലം വരുന്ന കുരുക്കളുടെ മാനേജ്മെൻറ്റും എല്ലാം ഈ ഒരു ഫേസ് വാഷ് കൊണ്ടിട്ടും കുറയും, ഏറെക്കുറെ മാറും, അല്ലെങ്കിൽ കുറച്ചൊക്കെ മാറും എന്ന് പറയാൻ തനിക്ക് ഒരു ലൈസൻസും ഇല്ല കേട്ടോ. അത്രേ ഉള്ളൂ. ഇതെല്ലാം കാണാനും കേൾക്കാനും പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഒരു വീഡിയോ ചാനലിൽ ചെയ്യാൻ ധൈര്യം കാണിച്ച ആ അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗർ തന്നെയാണ്. ശരിക്കും അവരോടും പിന്നെ അതേപോലെ തന്നെ മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരുപാട് വ്ളോഗേഴ്സിന് ആര് എന്ത് കുറ്റം പറഞ്ഞാലും അവർ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്, സമൂഹത്തിലേക്ക് എത്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ പ്രമോഷൻ എന്ന് പറഞ്ഞ ലേബൽ നിങ്ങൾ പ്രമോഷൻ ചെയ്തോ, അതായത് യൂട്യൂബിൽ നമുക്ക് യൂട്യൂബ് ഇൻകം കൊണ്ടിട്ടൊന്നും മുന്നോട്ട് പോകാനൊന്നും പറ്റത്തില്ല. നമ്മൾ പ്രമോഷൻ വീഡിയോസും കൂടി ചെയ്താലേ അത് കറക്റ്റായിട്ടത് നമുക്ക് ആദ്യം ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊന്ന് പഠിക്കുക. അതിൻ്റെ ബാക്കിൽ ലേബൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും. അതിപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. എന്നിട്ടിപ്പോൾ താനത് യൂസ് ചെയ്യുമ്പോൾ താൻ തന്നെ പൊതുവെ ജനറലി ഞാൻ പറയുവാണ്, നമ്മളത് പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ജസ്റ്റ് അത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഇല്ലാന്ന് നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലെയിമർ കൊടുക്കാം. ദയവായിട്ട് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ഇറിറ്റേഷനൊക്കെ നിങ്ങൾക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക എന്നുള്ളൊരു ഇത് നിങ്ങൾക്കത് കൊടുക്കാം. നിങ്ങൾ അതുപോലും ചെയ്യുന്നില്ല. നിങ്ങൾ എന്തോ കഥകൾ ഉണ്ടാക്കി ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറയുക പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന ചേച്ചീനെ വിളിച്ചിട്ട് ആ ചേച്ചി ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവത്തില്ല ഇത്തരം ക്രീംസും കാര്യങ്ങളൊക്കെ. അതിൻ്റെ മുഖത്തും കുറേ അങ്ങോട്ട് വാരി കുത്തിയിട്ട് കണ്ടോ ചേച്ചി ഇരിക്കുന്ന കണ്ടോ, ഓ എന്ത് നല്ല എഫക്റ്റ്, അയ്യോ ആ എന്താ ആഹാ അയ്യോ എന്നൊക്കെ പറയും. എന്താ നിങ്ങൾ കാണിക്കുന്നത്? സത്യം ഞാൻ പറയട്ടെ, ഇത് വളരെ ബോറായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒരു പരിധി ഉണ്ട് എക്കത്തിനും. പോയി ഒരു എന്താ പറയുക വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഈ പ്രഗ്നൻസിയും അതേപോലെ ഹോർമോണൽ ഇംബാലൻസും അതേപോലെ സ്ട്രെസ് ലെവൽ എന്നൊക്കെ പറയുന്നത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കലായിട്ടുള്ള ഒരു അഡ്വൈസിൻ്റെ ഒരു ആവശ്യമുള്ള സമയം പ്രഗ്നൻസി ഒന്നും കൈകാര്യം ചെയ്യാൻ നിങ്ങളെന്നല്ല ഈ പറഞ്ഞതുപോലെ ഒരു അതിൻ്റേതായിട്ടുള്ള ലൈസൻസ്, അതായത് ഗൈനക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഡെർമറ്റോളജിസ്റ്റ്, ഇവർക്ക് മാത്രമേ അതൊക്കെ ചെയ്യാനുള്ള ഒരു ലൈസൻസും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഓതറൈസേഷനുള്ളൂ. അവർക്ക് പറയാം. പക്ഷെ അവർ പോലും ഇത് പറഞ്ഞതുപോലെ പേഷ്യൻറ്റിനെ കാണാണ്ടൊന്നും അവരും സജസ്റ്റ് ചെയ്യത്തില്ല. നമ്മളുടെ എന്താ പറയുക ഇത്രയും വലിയൊരു യൂട്യൂബർ ആണെന്ന് കരുതിയിട്ട് അത് എന്തും വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊരു പ്ലാറ്റ്ഫോം ആക്കി എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം ആ കുട്ടിക്കിട്ട് പണി കൊടുത്തതുപോലെ നിങ്ങൾക്ക് പണി കൊടുക്കാൻ, നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഒരുപാട് പഴുതുകളുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. കാരണം എനിക്ക് പറയാൻ തോന്നി. കാരണം ഇതിപ്പോൾ ഞാൻ പറയുന്ന വീഡിയോ എത്തേണ്ടവരുടെ അടുത്ത് എത്തുമെന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ വീഡിയോസ് അത് എത്തേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതായത് ഈ പറഞ്ഞതുപോലെ ടീനേജേഴ്സ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഹൗസ് വൈഫ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് വുമൻസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് കാണുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ വീഡിയോയിൽ ഫാമിലി വ്ളോഗ്സ് ആണ്, അതേപോലെ തന്നെ ലോങ് വീഡിയോസ് ഒക്കെ ക്വൈറ്റ് എൻ്റർടൈനിങ് ആണ്. അപ്പം ആ സമയത്ത് നിങ്ങൾ അത്ര വിശ്വസ്തത അവരിൽ നിങ്ങൾ ഇൻഫ്ലുവൻസർ തന്നെയാണ്, നിങ്ങൾ അത്ര വിശ്വസ്തത അവരിലേക്ക് നിങ്ങൾ കുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ ആ പാവങ്ങൾ വിശ്വസിക്കുകയാണ്. ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഒരുപാട് ഹോർമോൺ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കുന്ന സ്കിന്നിൽ പെട്ടെന്നായിരിക്കും പിമ്പിൾസ് വരുന്നത്. അപ്പോഴായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വ്ളോഗ് കാണുന്നത്. കൊള്ളാം, ഡെർമഡോക് 2% സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഡോക്ടറെ കാണണ്ട, അതങ്ങോട്ട് വാങ്ങിച്ച് യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തു പറ്റും? അവരുടെ മുഖത്ത് പിന്നെയും അത് വേറെ ലെവലിലോട്ട് പോകും. പിന്നെ പ്രൊസീജിയർ ചെയ്യണം. ഒന്നുകിൽ അവർക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോഴും നിങ്ങൾ പറയും ഇറ്റ് വാസ് ജസ്റ്റ് എ പെയ്ഡ് പ്രൊമോഷൻ എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ക്ലോസ് ചെയ്യും. അത് വിശ്വാസം മുതലെടുക്കുന്നു. ആ ഒരു പരിപാടിയാണ് കാണിക്കുന്നത്. താങ്കൾ പറഞ്ഞല്ലോ ഈ ബിഗിനർ വ്ളോഗേഴ്സ് താങ്കളുടെ കണ്ടന്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് അങ്ങോട്ട് ഫെയിം ഉണ്ടാക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ താങ്കളാണെന്നുണ്ടെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം പാവങ്ങളുടെ വിശ്വാസം മുതലെടുത്തിട്ട് അത്
മിസ്യൂസ് ചെയ്യുവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വൈറ്റ് കാസ്റ്റിൻ്റെ വീഡിയോ കണ്ടപ്പം സത്യമായിട്ടും എനിക്ക് ആദ്യം തോന്നിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വൈറ്റ് കാസ്റ്റ് വീഡിയോ ചെയ്തവരോ ഒരിക്കലും അതിൻ്റെ റിയാക്ഷൻ ചെയ്തവരെയോ അല്ലെങ്കിൽ അശ്വതിയോ ഞാൻ അത് താഴ്ത്തി കിട്ടുമല്ല. എനിക്ക് തോന്നിയത് ഓക്കെ അത് താൻ ചെയ്തു, പക്ഷേ അത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. അത് ജസ്റ്റ് ഒരു വൈറ്റ് കാസ്റ്റ് വന്നു, സംഭവം കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി. പക്ഷെ ഇതിനെപ്പറ്റി തനിക്ക് യാതൊരു ഗ്രാഹ്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി കണ്ടപ്പോൾ തന്നെ. തൻ്റെ ആ പ്രസൻറ്റേഷൻ കണ്ടപ്പോഴും മനസ്സിലായി. തൻ്റെ പല കുക്കിംഗ് വീഡിയോസും മറ്റു വീഡിയോസും ഒഴികെ ഇദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ വീഡിയോസ്, ഈ പറഞ്ഞ സ്കിൻ കെയർ പ്രൊഡക്ട്സിൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാവും കത്തും സംഭവം വലിയ ഗ്രാഹ്യമൊന്നും ഈ സംഭവത്തിനെ പറ്റി താങ്കൾക്കില്ല എന്ന് മനസ്സിലാവും. അപ്പം ഞാൻ കരുതി വേറെ എന്താ പറയുന്നത്, വേറെ കെമിക്കലി പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒരു മിനറൽ സൺസ്ക്രീൻ്റെ വൈറ്റ് കാസ്റ്റ് ആണോ വന്നിരിക്കുന്നത്, അതിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, കയ്യിൽ നിന്ന് പിടിവിട്ടു പോയി എന്ന് കരുതി. പക്ഷേ തൻ്റെ റിയാക്ഷൻ ലൈവായിട്ട് താൻ ആളുകളെ കബളിപ്പിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശകരമായിരുന്നു. വന്നിട്ട് പിന്നെ ചാനൽ പൂട്ടിക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യമായിട്ടും എനിക്ക് അതിൻ്റെ ആ ഒരു തീവ്രത മനസ്സിലായത്. അശ്വതി ചെയ്തതിൽ എന്തായിരുന്നു തെറ്റ്? ഇപ്പം ഞാൻ പറയുന്നതിലും എന്താണ് തെറ്റ്? നാളെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ഇതെല്ലാം പൊക്കി പിടിച്ചിട്ട് വന്നിട്ട് എല്ലാം കയ്യിൽ നിന്നും കാലിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ലൈവിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞായിരുന്നു, താങ്കൾ പറഞ്ഞായിരുന്നു, ഞാനൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റിൻ്റെ അല്ലേ ചെയ്തത്, ഞാൻ ധോണി ചെയ്യുന്നത് പോലെ ബൂസ്റ്റിൻ്റെയോ പരസ്യമൊന്നും അല്ലല്ലോ ചെയ്തതെന്ന് പറഞ്ഞായിരുന്നു. ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റ് അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്താ അത് ഉദ്ദേശിക്കുന്നത് താങ്കൾ? ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്, കെമിക്കൽ സ്കിൻ കെയർ പ്രൊഡക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ആവപ്പെടുന്നുണ്ട്. അത് നമ്മുടെ സർക്കുലേഷനിൽ എത്തുന്നുണ്ട്, അതായത് നമ്മുടെ രക്തചംക്രമണത്തിൽ എത്തുന്നുണ്ട്. അപ്പം ഓട്ടോമാറ്റിക്കലി അത് കിഡ്നിയിലോട്ട് പോകുന്നുണ്ട്. അതായത് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ഹാംഫുള്ള് തന്നെയാണ്. വല്ലയിടത്തും കിടക്കുന്ന ധോണിയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ധോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ബൂസ്റ്റിൻ്റെ ആണെങ്കിൽ നാളെ വന്നിട്ട് സൺസ്ക്രീൻ്റെ, അത് കഴിഞ്ഞിട്ട് സോപ്പിൻ്റെ, അങ്ങനെ ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അവരായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ബൂസ്റ്റിൻ്റെ പരസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം, അവരതിൻ്റേതായിട്ടുള്ള ഡിസ്ക്ലെയിമേഴ്സും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം പറയുന്ന അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങൾ തെറ്റാണെങ്കിൽ പോലും അത് വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ അങ്ങോട്ട് കണ്ണടച്ചേക്കുന്ന പറഞ്ഞത്. എനിക്ക് പെയ്ഡ് പ്രൊമോഷനാണ് കിട്ടുന്നത്, ഞാൻ ആ ലേബൽ വെച്ചിട്ട് ചെയ്യും. അപ്പം ഞാൻ ചെയ്യുന്നത് മണ്ടത്തരമാണെങ്കിലും ഞാൻ ചെയ്യുന്നത് എന്താണെങ്കിലും നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പോലെ എത്രയോ പേര് ചെയ്യുന്നുണ്ട്, ശരിയാണ്, തങ്ങളുടെ പോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരും ഈ പറഞ്ഞ ഒരു എന്താ പറയുക പോളിസീസും മിക്കതും പാലിക്കുന്നില്ല. അതായത് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ലീഗൽ ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഒരു ഡിസ്ക്ലെയിമർ അവിടെ വെക്കേണ്ടതാണ്. അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കും ഇതെല്ലാം പൊക്കിയെടുത്തിട്ട് വരുന്നത്. ഞാൻ ഈ വൈറ്റ് കാസ്റ്റ് വീഡിയോൻ്റെ ഞാൻ വിട്ട് കളഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കറിയണം ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രഗ്നൻസിക്ക് വരുന്ന കുരുവും ഹോർമോണൽ ഇഷ്യൂസ് വരുന്നുള്ള കുരുവും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന കുരുവും കൈകാര്യം ചെയ്യാറായോ? ഈ ഓൺലൈനിൽ വന്നിട്ട് ഈ കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ചെയ്തിട്ട് ബ്യൂട്ടി വ്ളോഗർ എന്നൊരു ഇതിലേക്ക് ഉയർന്നതിന് ശേഷം താനൊക്കെ അതിനായോ? ആയെങ്കിൽ തൻ്റെയൊക്കെ ലൈസൻസ് എന്താണ്? തനിക്കൊക്കെ ലൈസൻസ് ഉണ്ടോ? സോറി, കറണ്ട് പോയതാട്ടോ. ലൈസൻസ് ഉണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള കോഴ്സാണോ പഠിച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒന്ന് സ്റ്റഡി ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇദ്ദേഹം പഠിച്ചിരിക്കുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് ആണെന്നാണ്. അപ്പം നിങ്ങൾ IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. നിങ്ങളൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നില്ല. അതെന്തുകൊണ്ടിട്ടാണെന്ന് ഞാൻ അതിൻ്റെ ലാസ്റ്റ് പറയാം. എനിക്ക് അഭിപ്രായം പറയാം, ബിക്കോസ് ഞാൻ തൻ്റെ വ്യൂവറാണ്. ഈ വ്യൂവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സ് ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ ഓരോ ലെവലിൽ എത്തിക്കുന്ന നിങ്ങളുടെ ഈ വ്യൂവേഴ്സ് തന്നെയാണ്. ഈ പറഞ്ഞ അശ്വതിയും തൻ്റെ ചാനൽ കാണുന്ന കുട്ടിയാണ്, സബ്സ്ക്രൈബറാണ്. അപ്പം അഭിപ്രായം പറഞ്ഞു, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി പലരും. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള സൊല്യൂഷൻസ് 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്താൽ മതി. സൺസ്ക്രീൻ ഈസ് നോട്ട് എ മസാജിങ് ക്രീം. സൺസ്ക്രീൻ ചെയ്യേണ്ടത് ജെന്റ്ലി നമ്മുടെ സ്കിന്നിലേക്ക് റബ്ബ് ചെയ്യുവാണ് ചെയ്യേണ്ടത്. ലൈക്ക് ദിസ്, ഇതേപോലെ
അല്ലാതെ ഇങ്ങനെ കാണിച്ചിട്ട് എന്തിനാ അത്? പിന്നെ ഇങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്? അതൊന്നാമത് അതെനിക്കും അതൊട്ടും മനസ്സിലായില്ല. ഇപ്പം എൻ്റെ തെറ്റാണെന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്കറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ രണ്ടാമത് കാര്യം പറഞ്ഞതെന്ന് ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ജസ്റ്റ് പെയ്ഡ് പ്രൊമോഷൻ. അവിടെ തീർന്നു. അതല്ല, താൻ അപ്പം തന്നോട് ചോദിക്കാത്തിടത്തോളം കാലം താൻ ആൻസറബിൾ അല്ല. പക്ഷേ വ്യൂവേഴ്സ് തന്നോട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ താൻ അതിന് വ്യക്തമായിട്ടുള്ള ആൻസറാണ് കൊടുക്കേണ്ടത്. അപ്പം പക്ഷേ ആൻസർ കൊടുത്തത് കുറേ ക്രീം എടുത്തിട്ട് വന്നിട്ട് അത് ആരോടൊക്കെയുള്ള വാശി തീർക്കുന്ന പോലെ ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പം. ഞാൻ ഓർത്ത് ഈ കുട്ടി ഇതെന്താ കാണിക്കുന്നതെന്ന്. കുറേ എടുത്തിട്ട് സ്കിന്നിൽ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എന്തുവാ. അപ്പം എനിക്ക് തോന്നി ഇയാൾ കംപ്ലീറ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ഔട്ട്. എനിക്ക് അങ്ങനത്തെ ഫീൽ ചെയ്തു. ചിലപ്പം ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, ഫ്രസ്ട്രേഷൻ വരുമ്പോൾ അങ്ങനെ ചെയ്തതായിരിക്കും എന്ന് കരുതി. പക്ഷേ അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ പ്രഗ്നൻസിയുടെ ആ ഒരു ഇതിനും സൊല്യൂഷൻ കൊടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പെയ്ഡ് പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ യു ആർ എക്സീഡിങ് ദ ലിമിറ്റ്. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. അതിനെപ്പറ്റിയുള്ള അവയർനെസ് ഇല്ലായ്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളിപ്പം താങ്കൾക്ക് അവയർനെസ് ഇല്ലയെന്ന് പറയണ്ട. താങ്കൾക്കെതിരെ സംസാരിച്ചവരെ താങ്കൾ എത്ര വന്നാലും അടിച്ചമർത്താൻ അങ്ങ് നോക്കി. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നാളെ എനിക്കിപ്പം എനിക്കെതിരെ താനിപ്പോൾ എന്ത് ചെയ്താലും എൻ്റെ അടുത്ത് ഈ വൈറ്റ് കാസ്റ്റിൻ്റെ വീഡിയോ അല്ല, എൻ്റെ അടുത്ത് മെഡിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞത്. വൾണറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ആ കണ്ടീഷനിൽ ഒരാളുടെ ബോഡിയിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറത്താണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തിന് സജഷൻ കൊടുക്കാൻ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിന് മാത്രമേ യോഗ്യതയുള്ളൂ. അതായത് അതിൻ്റെ സ്പെഷ്യാലിറ്റി മീൻസ് ഗൈനക് ആൻഡ് ഒബ്സ്ട്രെറ്റിക്. അതിന് തനിക്ക് കൊടുക്കാനുള്ള ഒരു യോഗ്യതയില്ല. അപ്പം താൻ ആ ഒരു പോളിസി വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് താൻ മനസ്സിലാക്കുക. അപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഈ ആളുകൾ ഇങ്ങനെ നമുക്കിങ്ങനെ കബളിപ്പിച്ചിട്ടും ഈ ചില കാര്യങ്ങളൊക്കെ സത്യാവസ്ഥ വെളിപ്പെടുത്താതിരുന്നിട്ടും ഈ ഷുഗർ കോട്ട് ചെയ്തിട്ടും ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറുടെ ഇഷ്ടപ്പെടുന്നവരുടെ എന്താ പറയണത്, ഇഷ്ടപ്പെടുന്നവരുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ പോരെ. എന്തിനാ വെറുതെ മറ്റുള്ളവരെ നമ്മളിങ്ങനെ പറ്റിച്ചിട്ട് നമുക്കതിൻ്റെ ആവശ്യം എന്തിരിക്കുന്നത്? താങ്കൾ അറിയാണ്ടാണ് പറയുന്നതെങ്കിൽ ജസ്റ്റ് അതൊന്ന് താങ്കളത് മനസ്സിലാക്കുക, താങ്കളത് തിരുത്തുക എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അറിയാൻ പാടില്ലാത്ത അറിയാത്ത ഒരാളെ നമ്മൾ ഒരിക്കലും ബ്ലെയിം ചെയ്യരുതെന്ന് പറയും. കാരണം ഈ പ്രഗ്നൻസി ഞാൻ ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്തുകൊണ്ടിട്ട് ഞാൻ പറഞ്ഞതിന് ഒരുപാട് മെഡിക്കൽ റെക്കോർഡ്സും കേസ് ഷീറ്റ്സൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം ഒരു ചെറിയൊരു ഇച്ചിങ് വരുവാണെങ്കിൽ പോലും ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ലേഡീനെ എത്ര വന്നാലും ഗൈനക്കിനെ കാണിക്കുക. അല്ലാണ്ട് ആ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കില്ല. ഇത് തന്നെ ഞാൻ പറഞ്ഞ കാര്യം. ക്രീംസ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്, ഔട്ടർ ലെയറിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വൾണറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പോൾ എന്തോ സംഭവിക്കും? സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വോമ്പിലുള്ള ഫീച്ചേഴ്സിനെ അത് എഫക്റ്റ് ചെയ്യും. അതൊക്കെ അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പറഞ്ഞ് ഒത്തിരി അറിയാവുന്നവരുണ്ട്, ഞാൻ പറയുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ട്രൈമസ്റ്ററിലായിരുന്നു, അതായത് 3rd ട്രൈമസ്റ്ററിൽ എനിക്ക് പിമ്പിൾസ് വന്നായിരുന്നു. മൂന്നാമത്തെ നമ്മളുടെ 7th 8th ആ ഒരു മന്തിൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡാഡി ഒരു ഡോക്ടറായിരുന്നു. പക്ഷേ ഒരു ട്രോപ്പിക്കൽ മെഡിസിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഡാഡി ഗൈനക്കിൻ്റെ അടുത്താണ് കൺസൾട്ട് ചെയ്യിപ്പിച്ചത്. എൻ്റെ ഗൈനക്കിൻ്റെ അടുത്ത്. ഡാഡിക്ക് മെഡിസിൻ അറിയാമെങ്കിലും ഡാഡി സജസ്റ്റ് ചെയ്തില്ല. വേറൊന്നല്ല, ആ സമയത്ത് നമുക്ക് വരുന്ന ചേഞ്ചസ് ഒക്കെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഗൈനക്കാണ്. എനിക്ക് മാഡം ഒരു ക്ലെൻസിങ് ക്രീം എൻ്റെ ഫേസിൽ തന്നു. ജെല്ലി ക്ലെൻസിങ് ക്രീം മാത്രം യൂസ് ചെയ്യാൻ, ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസിങ് ക്രീംസ് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അത് ഡെലിവറി കഴിഞ്ഞ് ഒരു 6th കുഞ്ഞു ആവയ്ക്ക് ഒരു 6th മന്തൊക്കെ ആയപ്പം അത് സ്കിന്നിൽ നിന്ന് അത് പോകാൻ തുടങ്ങി, മാറാൻ തുടങ്ങി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളോ, അതെൻ്റെ ഫസ്റ്റ് ഡെലിവറി ടൈമിലായിരുന്നു. ഇപ്പോഴൊന്നും ഒരു കുഴപ്പം, സെക്കൻഡ് ഡെലിവറിക്കൊന്നും ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുന്നത്, കണ്ടു കുറേ പരിചയമുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കുറേ പരിചയമുണ്ട്. അപ്പോഴാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ശരിക്കും പ്രൊമോഷൻസ് ചെയ്യുമ്പം നിങ്ങൾ പഠിക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും പഠിക്കുക. അത് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ തരുന്ന കമ്പനിയോട് സംസാരിക്കുക. നിങ്ങൾ ഡിസ്ക്ലെയിമർ ഇടുന്നു തന്നെ പറയുക. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ഡിസ്ക്ലെയിമർ വെക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഫോറിൻ കൺട്രീസിലൊക്കെ അതൊക്കെ നിർബന്ധമാണെന്ന് തോന്നുന്നത് വെക്കണം. അത് മിക്ക യൂട്യൂബേഴ്സിൽ ഇപ്പം താങ്കൾ മാത്രമാണ് ഈ പ്രഗ്നൻസി മൂലം വരുന്ന പിമ്പിൾസിനും കാര്യത്തിനൊക്കെ ഇങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടത് കേട്ടോ. ഇനി വേറെ ആളുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പ്രൊമോഷൻസ് ചെയ്യുന്നവർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് യൂട്യൂബ് പറയുന്നുണ്ട്. മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ലൈസൻസ് ഇല്ലാത്ത ആരും
കണ്ടീഷൻസിൻ്റെ കാര്യം നമുക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. ഇപ്പം ഒരു നഴ്സിനാണെങ്കിലും എഡ്യൂക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളവർക്കാണെങ്കിലും എഡ്യൂക്കേഷൻ കൊടുക്കാം. പക്ഷേ ഒരു എന്താ പറയുക പ്രിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ അഡ്വൈസോ കൊടുക്കാൻ ലൈസൻസ് ഉള്ളവർക്ക് അതിനുള്ള ഇതുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്ലെയിമർ വെക്കണം എന്നാണ് അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഡിസ്ക്ലെയിമർ വെക്കുമ്പോൾ നിങ്ങൾ എന്തായാലും എഴുതുന്നത് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലിനിക്കൽ ആയിട്ടുള്ള അഡ്വൈസ് എടുക്കണമെന്ന് നിങ്ങൾ യൂട്യൂബേഴ്സ് അത് വെക്കുക. അപ്പോൾ നിങ്ങൾ സേഫായി, കാണുന്നവർക്കാണെങ്കിലും പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് തന്നെ അവരുടെ എന്താ പറയുന്നത് തോട്ട് പ്രോസസ്സ് അങ്ങോട്ട് പോകും. ഓക്കെ, എനിക്ക് ചെറിയൊരു ഇറിറ്റേഷൻ ഉള്ളതാണ്, അപ്പം ഇവർ പറഞ്ഞ ക്രീം മനസ്സിലുണ്ട്, പക്ഷെ ഡോക്ടറെ കണ്ടതിന് ശേഷം സംസാരിച്ചിട്ട് അത് ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് വരും. ഇതൊന്നും ഇല്ലാതെ അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ടും കിട്ടണം, അറ്റ് ദ സെയിം ടൈം ആ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യണം. അത് ഉപയോഗിക്കുന്നവരുടെ സിറ്റുവേഷനോ ഒന്നോ നിങ്ങൾ അറിയുന്നില്ല. ഈ ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിയും അതേപോലെ തന്നെ എല്ലാം ഉള്ളതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഉണ്ട് ഫാമിലിയും കാര്യങ്ങളും, അവർക്കും ഉണ്ട് ഫീലിങ്സ് ഒക്കെ. നല്ലൊരു നിലയിൽ നിങ്ങൾ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു ഔദാര്യം കൊണ്ടിട്ടാണ്, അല്ലാതെ നമ്മൾ ആരും എങ്ങും എത്തത്തില്ല. ഞാനെന്നൊക്കെ പറഞ്ഞാൽ വെറും ബിഗിനേഴ്സാണ്. പക്ഷേ ബിഗിനേഴ്സായിട്ട് നിന്നിട്ടെങ്കിലും നമുക്ക് മതിയത്. നമ്മൾ ഇപ്പം താങ്കളിപ്പോൾ വലിയ കാര്യത്തിനന്ന് പറഞ്ഞല്ലോ, താങ്കളുടെ ആ ഒരു വീഡിയോൻ്റെ കുറേ ക്രീംസൊക്കെ എടുത്തിട്ടൊക്കെ വന്നിട്ട് താൻ പെർഫോം ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, തന്നെ വെച്ചിട്ട് ഫെയിം ഉണ്ടാക്കുകയാണെന്ന്. ഇദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ബിഗിനിങ്ങിൽ വലിയ കാര്യമായിട്ടൊന്നും താൻ ചെയ്തിട്ടില്ലായിരുന്നു, എത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ തൻ്റെ ആ ഒരു ഹാർഡ് വർക്കിന് തനിക്ക് ഗുണം കിട്ടിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ തന്നെ വിശ്വസിച്ചു തുടങ്ങി, തന്നെ കണ്ടു തുടങ്ങി, താൻ ഒരുപാട് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം തനിക്കതിൻ്റെ എല്ലാ ബെനിഫിറ്റ്സും കിട്ടി. വളരെ നല്ല കാര്യം, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ അവരുടെ കൂടി ഭാഗത്തുനിന്ന് ചിന്തിക്കുക. അല്ലാതെ വായ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാശ് കിട്ടിയാൽ മതി, ഞാനത് ചെയ്യും, ഞാനത് വിശ്വസിച്ച് ചെയ്യുമെന്ന് പറയാനുള്ള കോൺഫിഡൻസ് തനിക്ക് ഉണ്ടെങ്കിൽ താൻ അതിന് ആളുകൾ ആ ഒരു കാര്യം അവർക്കത് കൺവിൻസ്ഡ് ആയിട്ടില്ല, തന്നോടത് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വ്യക്തമാക്കി കൊടുക്കാനുള്ള സകല ബാധ്യതയും ഇദ്ദേഹത്തിനുണ്ട് എന്നതേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് തെറ്റായിട്ടാണ് അത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അതേപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടുള്ള പ്രോബ്ലംസും. അപ്പം ഞാനത് കണ്ണടച്ച് കളയുമ്പം എനിക്ക് തന്നെ നാളെ തന്നെ ഒരു റിഗ്രറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇല്ലാതെ എനിക്കിങ്ങനെ ആരെയും കരിവാരി തേക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. സമൂഹത്തിലേക്ക് എത്തട്ടെ. നിങ്ങൾക്ക് അറിയില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഇപ്പം ചിലവർ പറയുമായിരിക്കും വാങ്ങിച്ച് യൂസ് ചെയ്യാതിരുന്നാൽ പോരെയെന്ന്. അത് നിങ്ങളുടെ കാര്യം. പക്ഷെ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നവരുടെ കാര്യം അത് നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യണോ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഉണ്ടാകുമോ പുറകെ? നിങ്ങളെല്ലാവരും മാറിക്കളയും, ശരിയല്ലേ? മാറിക്കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേബൽ വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം താങ്കൾ, അതായത് യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഡിസ്ക്ലെയിമർ വെക്കാത്തിടത്തോളം കാലം ആളുകൾക്ക് ഒരു ലീഗൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനുള്ള സകല റൈറ്റ്സും ഉണ്ട്. അറിയാലോ, ഒരു 2 വർഷം മുന്നാണെന്ന് തോന്നുന്നു ഒരു വൈറ്റനിങ് ക്രീം ഇറങ്ങിയായിരുന്നു. അതെന്തോ ഇമ്പോർട്ട് ചെയ്തപ്പെട്ട ഒരു ക്രീമാണത്. എക്സ്പോർട്ട് ചെയ്ത ഒരു ക്രീമായിരുന്നു, വൈറ്റനിങ് ക്രീം. പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അതിങ്ങനെ വാർത്തയിൽ കണ്ടിട്ട് വാർത്തയിൽ വരെ അത് വന്നതാണ്. അത് യൂസ് ചെയ്യുമ്പോൾ വെളുത്തു പാറും. ഈ ഫെയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടേം തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മാക്സിമം ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. മാക്സിമം ആളുകൾ അത് തന്നെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. വെളുക്കണോ. വെളുക്കലല്ല, സ്കിൻ നല്ല ഹെൽത്തി, ബോഡി നല്ല ഹെൽത്തി, അതേപോലെ തന്നെ നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. അതാണ് ഒരു എന്താ പറയണത്, ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാതെ ഈ വെളുത്ത് പാറും എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക. അല്ല, ഞാൻ പറഞ്ഞ മാറ്ററിൽ നിന്ന് പോയി, സോറി. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറയാം. ആ ഒരു സ്കിൻ കെയറിൻ്റെ ആ ഒരു വീഡിയോയിൽ, അതായത് വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുള്ള മോസ്റ്റ് ഓഫ് ദം വെർ ഓൺ ഡയാലിസിസ്. ആക്ച്വലി ആ സമയത്ത് ഒരുപാട് പേര്, അതായത് ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, CKDയുടെ
എൻഡ് സ്റ്റേജ് ആയിരിക്കും. മീൻസ് ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ എൻഡ് സ്റ്റേജിൽ ഡയാലിസിസ് ആയിരുന്നു. കുറേ പേര് സീസ്ഡായി, കുറേ പേര് മരിച്ചുപോയി, കുറേ പേർക്ക് എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ആ ക്രീമിൻ്റെ കാര്യങ്ങളൊന്നും അതെല്ലാം അങ്ങോട്ട്, കാരണം പോയവർക്ക് പോയി, അത്രേ ഉള്ളൂ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രീം യൂസ് ചെയ്യുമ്പം ലാഘവത്തോടെ എടുക്കണ്ട. ലാഘവമല്ല വേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രൊഫഷണലി ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫഷണലി ഫിറ്റ് ആയിരിക്കണം. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൂടെ മിക്സ് ചെയ്യണ്ട. പേഴ്സണൽ ലൈഫിൽ നമ്മൾ, ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഞാൻ എന്നെ വെച്ചിട്ട് പറയാം. ഞാൻ പേഴ്സണൽ ലൈഫിൽ വളരെ നല്ലൊരാളാണ്. പ്രൊഫഷണലി ഞാൻ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് എൻ്റെ മാനേജിങ് ഡയറക്ടർ എന്നെ ആ ജോലിക്ക് ഇരുത്തോ? ഒരിക്കലുമില്ല. വീട്ടിൽ പോയി ഇരുന്നോളാനേ പറയത്തുള്ളൂ. അത് തന്നെയാണ് നിങ്ങളെ കാണുന്ന ജനങ്ങളും നിങ്ങളോട് പറഞ്ഞത്. പക്ഷെ പറയുമ്പോൾ പലരും പറയുന്ന ടോൺ പലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിശ്വാസം വരുമ്പം, ഒരുപാട് സ്നേഹം വരുമ്പം നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെ തന്നെ നമ്മളോട് റിയാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഞാനൊരു എന്താ പറയുക, ആൾക്കാരെ ലൈവായിട്ട് അവരെ കബളിപ്പിച്ചിട്ട്, ഐ മീൻ ഞാനിങ്ങനെ പറയുവാണ്, എൻ്റെ ഫേസിൽ കണ്ടില്ലേ വൈറ്റ് കാസ്റ്റ് ഒന്നും കണ്ടില്ലേ, നോ വൈറ്റ് കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരത് കാണിച്ചിട്ട് അവരത് ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയുവാണ് ഈ വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ലല്ലോ, ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറയുമ്പോൾ അവർക്കത് ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന പല തരത്തിലായിരിക്കാം. അല്ലാതെ നമ്മൾ അവർ റിയാക്ട് ചെയ്തത് മാത്രം വെച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ മിക്ക പെയ്ഡ് പ്രൊമോഷനിൽ കാണാത്തൊരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിലവർ പറയുന്നുണ്ട്, വളരെ കുറച്ച് പേര് പറയുന്നുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയാത്തത്. നിങ്ങൾക്കറിയോ എന്താ പാച്ച് ടെസ്റ്റ് എന്ന്? മിക്കവർക്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്നതെന്ന് ചോദിക്കുന്നില്ല, ഐ എം സോറി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് നമ്മൾ ഒന്നില്ലെങ്കിൽ ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ, നമ്മുടെ ബോഡിയുടെ നമ്മൾ കാണുന്ന എവിടെയെങ്കിലും ആ ക്രീം ഫസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഒരു 24 hours മിനിമം ഒരു 12 hours എങ്കിലും വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും റെഡ്നെസ്സോ ഇച്ചിങ്ങോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്രീം അലർജിയാണ്. അത് നമ്മൾ ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുക. ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ക്രീമിന് 500-700 രൂപയൊക്കെ ആകുമായിരിക്കും. പോട്ടെ, ഒരു 250 ആണെങ്കിലും ഒരു 250 കൂടി എക്സ്ട്രാ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ ചെന്ന് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി അദ്ദേഹം തരത്തില്ല നല്ല നല്ല പ്രോഡക്ട്സ്. ഞാൻ ഈ കാണുന്ന ഈ പറഞ്ഞതുപോലെ ആളുകളോടാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു? ഇവരൊക്കെ ഈ വലിയ വലിയ യൂട്യൂബേഴ്സ് പെയ്ഡ് പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങോട്ട് രക്ഷപ്പെടും. പക്ഷെ രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു മേഖല അവർക്കുണ്ട്. അതാണ് ഈ മെഡിക്കൽ കണ്ടീഷൻസിന് അഡ്വൈസ് കൊടുക്കാൻ പാടില്ലാത്തൊരു മേഖലയാണ് ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അത്ര ഈസി ആയിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. അല്ലാതെ മറ്റു കാര്യങ്ങളിൽ രക്ഷപ്പെടും. പിന്നെ വാങ്ങിച്ചുപയോഗിച്ചിട്ട് നോർമൽ കേസുകളിൽ ആളുകൾ ഇത് വാങ്ങിച്ചുപയോഗിച്ചിട്ട് പിന്നെ റെഡ്നെസ്സും പിന്നെ ഇച്ചിങ്ങും വന്നിട്ട് നമ്മൾ കുറേ പ്രൊസീജിയർ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ നമുക്ക് തന്നെയല്ലേ അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് കയ്യിലിരിക്കണ കാശും പോയി, സ്കിന്നും പോയി. എന്തിൻ്റെ ആവശ്യം ഇരിക്കുന്നു? വളരെ ആയിട്ടുള്ളൊരു പതറ്റിക്കായിട്ടുള്ളൊരു പോലാണ് കേട്ടോ പോകുന്നത്. എന്നിട്ട് അത് ആൾക്കാർ ചോദിക്കുമ്പം അവർ മുഖത്തടിച്ചോണം അവരോട് സംസാരിക്കുക, ലൈവിൽ വന്നിട്ട് സെൻറ്റി അടിക്കുക, എന്നിട്ട് വീണ്ടും കുറേ ആളുകൾ അത് പൊക്കി പിടിച്ചിട്ട് വരിക. അപ്പോൾ കാണുന്നതൊക്കെ പ്രൊമോഷൻ ചെയ്യുന്നതൊക്കെ വാങ്ങണമെന്നുണ്ടോ, നിങ്ങൾ പരസ്യത്തിൽ കാണുന്നതൊക്കെ വാങ്ങാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്, പരസ്യത്തിൽ കാണുന്നത് വാങ്ങാറുണ്ടോ വാങ്ങാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ കാണുന്നവരുടെ ഇഷ്ടമാണ്. അതായത് നിങ്ങൾ ആരും സജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വാങ്ങുന്നവരുണ്ടാവും, ചിലപ്പം ഒരു പ്രൊഡക്റ്റിൻ്റെ പരസ്യം കണ്ട് വാങ്ങുന്നവരുണ്ടാവും. അത് വാങ്ങിയാലോ? ഇപ്പം ഇവരുടെ പ്രൊമോഷൻ കണ്ട് വാങ്ങിയിട്ട് അതിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണെങ്കിലോ ഈ സപ്പോർട്ട് ചെയ്യുന്നവർ ഈ പറയുന്ന വാങ്ങിയ ആളുകളുടെ ചിലവും കാര്യങ്ങളൊക്കെ എടുത്തോളും? ഇല്ലല്ലോ. ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾക്ക് അഡ്വൈസ് കൊടുക്കാനുള്ള ഒരു ഇത് അവർക്ക് ആര് കൊടുത്തു? ലൈസൻസ് ആര് കൊടുത്തു? അതുമൂലം ആ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും വാങ്ങിച്ചത് ക്രീം യൂസ് ചെയ്തിട്ട് അബദ്ധവശാൽ അവർക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ? നിങ്ങൾ ചിലവിന് കൊടുക്കുമോ അവരുടെ കുടുംബത്തിനും അവർക്കും? നോക്കോ? നിങ്ങൾ ആരും നോക്കത്തില്ല. ഈ പറഞ്ഞ ആളുകളും നോക്കത്തില്ല. അതുകൊണ്ടിട്ട് ഈ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് സ്ട്രൈക്ക് കൊടുക്കുമ്പോഴും മറ്റുള്ള ചാനലിൽ പണി കൊടുക്കുമ്പോഴും നിങ്ങൾ വയലേഷൻ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളും കൂടി ഓർക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനിപ്പം ഒരുപാട് നേരം പോകുന്നു, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ സംസാരിച്ച് എത്രത്തോളം കൺവിൻസിങ് ആണെന്നൊക്കെ
വീഡിയോ കണ്ടിട്ട് മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യുക കേട്ടോ, മാക്സിമം ഷെയർ ചെയ്തോളൂ. എനിക്ക് ഇപ്പം ഇതുകൊണ്ട് എന്തുണ്ടെങ്കിലും ഞാനത് ഫേസ് ചെയ്തോളാം. കാരണം ഫേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് നമുക്കത് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാനേ ഉള്ളൂ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കണ്ടീഷനൊന്നും ആർക്കും അഡ്വൈസ് ലൈസൻസ് ഉണ്ടോ ഡെർമറ്റോളജിസ്റ്റോ ഗൈനക്കോളജിസ്റ്റോ ഒബ്സ്ട്രറ്റിക്കോ താനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, തനിക്കൊരു പ്രശ്നമില്ല, താൻ ഒരു കുഴപ്പമില്ല. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് രക്ഷയൊന്നുമില്ല. പെയ്ഡ് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ വെല്ലുവിളിക്കൊന്നുമല്ല, എനിക്ക് ഇദ്ദേഹത്തിനെ അറിയത്തില്ല. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഞാൻ കാണുന്നതും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കുക്കിംഗ് വീഡിയോസും ഫാമിലി വീഡിയോസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ ഒരു പെയ്ഡ് പ്രൊമോഷൻ താൻ ചെയ്യാറുള്ള സമയത്തൊക്കെ എനിക്ക് അറിയാമായിരുന്നു കേട്ടോ. ക്രീംസിൻ്റെ ഡ്രസ്സിൻ്റെ ഹോളും കാര്യങ്ങളൊന്നുമല്ല, ഫ്ലിപ്കാർട്ട് ഹോൾസും കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ എനിക്കറിയാമായിരുന്നു. ഏകദേശം ചുമ്മാ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ ചുമ്മാ അടിച്ചു വിടുകയെന്നറിയാമായിരുന്നു കേട്ടോ. അത് ഇദ്ദേഹം മാത്രമല്ല ഒത്തിരി പേരുണ്ട് അങ്ങനെ ചെയ്യുന്നത്. പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണ്ട, ഞാനും ഫ്യൂച്ചറിൽ കിട്ടുവാണെങ്കിൽ ചെയ്യുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പ്രൊഡക്റ്റ് ഞാൻ റിവ്യൂ ചെയ്തതിന് മാത്രം, ഇൻഗ്രീഡിയൻസ് പറ്റി ഞാൻ പഠിച്ചതിന് ശേഷം മാത്രമേ അത് ഞാൻ ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാ ഡിസ്ക്ലെയിമേഴ്സും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടേ ചെയ്യത്തുള്ളൂ. അല്ലാതെയാണെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വസിക്കുന്നവരെ കാണുകയും അങ്ങനെ പറ്റിച്ചിട്ട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വേറെ രീതിയിലൊക്കെ പോയാലോ, അതൊന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു എത്തിക്സ് ഇല്ലേ, നമ്മൾക്കൊരു ലോയാലിറ്റി ഇല്ലേ, അത് കളയേണ്ട കാര്യമില്ലല്ലോ. ആ ഒരു രണ്ട് കാര്യം കൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ആ കാര്യത്തിൽ ഞാൻ ചെയ്യേണ്ട മാനദണ്ഡങ്ങളെല്ലാം ആ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ പെയ്ഡ് പ്രൊമോഷൻ ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യുവാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇനിയിപ്പം ഞാൻ കൂടുതൽ പറഞ്ഞിട്ട് ഇനിയിപ്പം ഈ മാറ്റർ അങ്ങോട്ട് പൊലിപ്പിക്കുന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ സൺസ്ക്രീൻ വിഷയത്തിൽ ഇപ്പം പറന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയ SPF 50 അൾട്രാ വയലറ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പം അവർ തന്നെ പറയുന്നുണ്ട്, നോ വൈറ്റ് കാസ്റ്റ് എന്ന കമ്പനി തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോപ്പി പേസ്റ്റ് ഇദ്ദേഹവും പറഞ്ഞു സ്ക്രിപ്റ്റിൽ. പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോഴോ അയ്യോ മൊത്തം കുട്ടിയടിച്ചു വെച്ചിരുന്നത് പോലെ. അവിടെ പറ്റിയത് വേറൊന്നല്ല, കമ്പനി പറഞ്ഞ കാര്യം തന്നെയാണ് ഈ വ്ളോഗർ പറഞ്ഞത്. പക്ഷേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയ SPF എന്ന് പറഞ്ഞ ഒരു മിനറൽ സൺസ്ക്രീൻ ആണ്. എന്ത് സൺസ്ക്രീനാണ്? മിനറൽ സൺസ്ക്രീൻ. ഈ മിനറൽ സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനറൽ UV ഫിൽറ്റേഴ്സ് ആണ് അതിലുള്ളത്. ഓക്കെ, മിനറൽ UV ഫിൽറ്റേഴ്സിന് ഒരു പ്രശ്നമുണ്ട്, അത് ചെറുതായിട്ട് ഒരു വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യും. ഓക്കെ, അപ്പം ഒന്നില്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് നമ്മൾ ഇട്ടിട്ട് ഒരു ജെല്ലി ഒന്ന് റബ്ബ് ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. ആ മിനറൽ ആവുമ്പം ഹെർബൽ ആകുമ്പോൾ അതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്കിന്നിലേക്ക് പോഴ്സിലേക്ക് അത് ഇറങ്ങത്തില്ല. നമ്മുടെ എന്താ പറയുക, ആ ഒരു ഇതിൽ തന്നെ ഇരിക്കും, നമ്മുടെ ഫിസിക്കൽ ബാരിയർ ആയിട്ട് അതിരിക്കും. അതിൽ ഒരു കപ്പ് നമുക്ക് സൺസ്ക്രീൻ അല്ലെങ്കിൽ അതിൻ്റെ സണ്ണിൻ്റെ ബീം അല്ലെങ്കിൽ സൺറൈസ് വരുവാണെന്നുണ്ടെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്ത് സ്കാറ്റർ ചെയ്ത് അതങ്ങോട്ട് പൊയ്ക്കോളും. ഒരിക്കലും സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് അത് ഇറങ്ങുന്നില്ല. അതുകൊണ്ടിട്ട് ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആകെയുള്ള ഒരു ചെറിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റായിട്ടൊരു ചെറിയൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ മിനറൽ ആയിട്ടുള്ള ഒരു ഹാംഫുൾ അല്ലാത്ത ഒരു ഇനേർട്ടായിട്ടുള്ള ഐ തിങ്ക് അതിൻ്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സിങ്ക് ഓക്സൈഡും പിന്നെ പൊട്ടാസ്യം ഡയോക്സൈഡും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് മിനറലാണ് ആ മിനറൽ UV ഫിൽറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നത്. അത് ബേബി പൗഡേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ ബേബി നാപ്കിൻസ്, അങ്ങനത്തെ മെഡിസിൻസ്, സ്കിന്നിൻ്റെ അതുപോലെ നമുക്ക് എന്താ പറയുക ഡോക്ടേഴ്സ് ഡെർമറ്റോളജിസ്റ്റ് തരുന്ന ക്രീംസിലൊക്കെ ഈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സൺസ്ക്രീനിലും ഈ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അത് പ്രശ്നമുള്ള സൺസ്ക്രീൻ ആണോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് അത് ലൈറ്റായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒരു മിനിമൽ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് അവരത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ചെറുതായിട്ടുണ്ടാകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചെടുത്ത് അപ്ലൈ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരായിരിക്കുമല്ലോ മിനറൽ പൊതുവെ യൂസ് ചെയ്യുന്നത് ഒട്ടുമിക്ക ഇതിലും. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ ആക്നി പ്രോൺ സ്കിന്നുള്ളവർ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഫസ്റ്റ് ഒന്ന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലിട്ടാലും ഈ ഒരു വൈറ്റ് കാസ്റ്റ് ഒന്ന് കുറയും. ഇത്രേ ഉള്ളൂ കാര്യം. ചിലപ്പോൾ അന്ന് ഈ ബ്ലോഗർ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ പുട്ടി അടിച്ച പോലെ കാണുന്നത്. അപ്പോൾ അത് ആ വ്യക്തി, അതായത് ഈ പറഞ്ഞ വ്ളോഗർ, ഈ കുട്ടി അത് അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നല്ലോ, അവിടെ ആ പ്രശ്നം തീർന്നേനെ. കാരണം ആ സൺസ്ക്രീനിൻ്റെ പ്രശ്നവും അല്ല,
അത് ഇദ്ദേഹം എടുത്ത ക്വാണ്ടിറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് ലേശം ഒന്ന് പാളിപ്പോയി. അപ്പോൾ അത് ഇട്ടപ്പോൾ അവിടെ ഒരു വൈറ്റ് കാസ്റ്റ് വന്നു. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, അത്രയേ ഉള്ളൂ അത്. പക്ഷെ അത് ആ ലൈവായിട്ട് വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചോദ്യം ചെയ്തപ്പം ആളുകളെ മണ്ടന്മാരാക്കി, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു, നുണ പറഞ്ഞു. അതാണ് അവിടെ പ്രശ്നമായത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തനിക്കും അത് പെട്ടെന്ന് തന്നെ തനിക്കും ഒരു പെട്ടെന്ന് ഇതായിപ്പോയി, അയ്യോ ഞാൻ ചെയ്ത വീഡിയോ ഫ്ലോപ്പായോ എന്നുള്ളൊരു ചിന്തയായിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഫെയിമിനും പോയി പോവോ ഇതുകൊണ്ടിരുന്നായിപ്പോയി. അങ്ങനെയൊന്നുമില്ല. അത് കെമിക്കലായിട്ടുള്ള പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതാണത് മിക്കവർക്കും മനസ്സിലായി കാണും കേട്ടോ, പക്ഷെ അത് ആരും പറഞ്ഞില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്തെന്നുള്ളൂ. ഇപ്പം മിക്കവർക്കും കാര്യങ്ങളൊക്കെ അറിയാം, അപ്പം അതുകൊണ്ട് അത് മനസ്സിലായി കാണും. പക്ഷെ അത് ആരും അതിനെപ്പറ്റി പിന്നീട് വ്യക്തമായിട്ടൊന്നും പറയാതിരിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ ആ സംഭവം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. സൺസ്ക്രീൻസ് എന്ന് പറഞ്ഞ 3 ടൈപ്പാണുള്ളത്. കെമിക്കലുണ്ട്, മിനറലുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡും ഉണ്ട്. സോറി, എന്തൊക്കെയോ മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, അതാണ് കേട്ടോ നോക്കുന്ന ഇടയ്ക്കിടയ്ക്ക്. ഈ 3 ടൈപ്പ് സൺസ്ക്രീൻസ് ആണ് നമുക്കുള്ളത്. ഇതിലെ കെമിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അത് ഇറങ്ങും. അപ്പം അതിനെന്തോ ഓക്സിബെൻസീൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതിനെപ്പറ്റി ഞാൻ കാര്യമായിട്ട് പറയുന്നൊന്നുമില്ല, അതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞോളും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുടെ ചാനലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടിട്ട് അത് ഇറങ്ങും. അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക്, അതായത് UV റൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട് ഈ കെമിക്കൽ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ആക്നി ബ്രേക്കൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഹൈബ്രിഡ് ആണെന്നുണ്ടെങ്കിൽ കോംബോയാണ്. ഈ കെമിക്കൽ ഉണ്ടാവും, ഫിസിക്കൽ ഉണ്ടാവും. ഫിസിക്കൽ മീൻസ് മിനറൽ ഉണ്ടാവും. മിനറൽ ആണെന്നുണ്ടെങ്കിൽ സേഫ് ആണ് കേട്ടോ, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പക്ഷേ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം മാത്രം, ഞാൻ ഡിസ്ക്ലെയിമർ പറയുന്നു, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് മാത്രം യു ഷുഡ് കൺസൾട്ട് വിത്ത് യുവർ ഡെർമറ്റോളജിസ്റ്റ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ബിഫോർ അപ്ലൈയിങ് എനി ക്രീം അല്ലെങ്കിൽ എന്ത് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു നല്ലൊരു നല്ലൊരു ക്ലിനിക്കലായിട്ടുള്ളൊരു അഡ്വൈസ് എടുക്കുക. ഇല്ലാതെ നിങ്ങൾ ചെയ്യാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന ഭവിഷ്യത്ത് അനുഭവിക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ ആരും ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അത് നിങ്ങൾ താൻ ഇങ്ങനെ അത് റെസ്പോണ്ട് ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ ആ കുട്ടിയുടെ ചാനൽ, ആ കുട്ടി എന്താ ചെയ്തത് സത്യത്തിൽ അത് പറഞ്ഞു. അതിന് കമൻറ്റ് ബോക്സിൽ അതിനുള്ള ആൻസർ ഇല്ലാതിരുന്ന സമയത്ത് അത് പറഞ്ഞു. കണ്ടില്ലേ വൈറ്റ് കാസ്റ്റ്, അത് പറയാനുള്ള ധൈര്യം കാണിച്ചു. ശരിക്കും അശ്വതി എന്ന് പറഞ്ഞിട്ടുള്ള ആ കുട്ടി ആദ്യമേ ആ വീഡിയോ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഞാനടക്കം താൻ ഈ മറ്റേ സാലിസിലിക് ആസിഡ് 2% സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് പ്രഗ്നൻറ്റ് ആക്നിക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ ഉള്ള ആ ഒരു ഇത് കണ്ടത്. കാരണം അതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ്. പ്രഗ്നൻസി മാത്രം വെച്ചിട്ട് കളിക്കരുത്. പ്രഗ്നൻസി, ഹോർമോണൽ ഇഷ്യൂ, പിന്നെ സ്ട്രെസ് റിലേറ്റഡ് കണ്ടീഷൻസ്, ഇതൊക്കെ ഓരോരോ മെഡിക്കൽ കണ്ടീഷൻസ് ആണ്. ഇതിനൊക്കെ പറയാനുള്ള ഒരു ഓതറൈസേഷനും എനിക്കോ തനിക്കോ അതേപോലെ ലൈസൻസ്ഡ് അല്ലാത്ത ഒരു യൂട്യൂബേഴ്സിനുമില്ല ഏതൊക്കെ മരുന്ന് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ. അല്ലാതെ ഇപ്പം നമ്മൾ ക്രീമിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടാവും നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക്. പക്ഷേ ഈ ഒരു കാര്യം പറയാനുള്ള യാതൊരു റൈറ്റും നമുക്ക് ആർക്കും ഇല്ല. അപ്പം അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഷെയർ ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേൾക്കുന്നവർ ലിസൺ ചെയ്യുക എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പോയിന്റ്സ് ഒന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അഥവാ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് മീ ബിലോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സി യു, താങ്ക് യു.